മകൻ പൊട്ടിക്കരയുന്നൊരു ദൃശ്യമാണ് നമ്മൾ ഒരു ബോക്സിൽ കാണിച്ചുകൊണ്ടിരുന്നത്. മകനൊക്കെ ഈ സംഭവം അറിഞ്ഞ ഉടൻ ഇപ്പോഴാണ് മകനെ അങ്ങേ സമാധാനിപ്പിക്കാൻ പാടുപെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നന്നായിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പെട്ടെന്നുള്ള ഒരു ആഘാതമേറ്റതിൻ്റെ ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അവരാൽ തുടരുന്നുണ്ട്. അവരാൽ അങ്ങനെ ബന്ധുക്കളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരികയാണ്. അവരെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ആഘാതമായി മാറുകയാണ്. പ്രതീക്ഷിതമായിട്ടുണ്ടായ സംഭവം ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുമ്പോഴുണ്ടാകുന്ന ദുരന്തം അവർക്കൊക്കെ താങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു സങ്കട കാഴ്ചകൾ അബിലാൽ? മരിച്ച ബിന്ദുവിൻ്റെ മകൾ ഏതാനും ദിവസമായി ഇവിടെ അഡ്മിറ്റാണ്. ചികിത്സാർത്ഥമാണ് ഭർത്താവും അതോടൊപ്പം തന്നെ ബിന്ദുവും ഇവിടെ എത്തിച്ചേർന്നത്. ഈ ബാത്റൂം ആവശ്യം ഉപയോഗിക്കുന്നതിനായി പോയ വേളയിൽ അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മോട് അല്പം മുമ്പ് പ്രതികരിച്ചത് ഗിരീഷ് എന്ന ആളാണ്, അടുത്ത ബന്ധുവാണ്. വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയതാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അല്പം ക്ഷുഭിതനായി തന്നെയാണ് സംസാരിച്ചത്. കാരണം രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവിൻ്റെ മകളെ സന്ദർശിക്കാൻ പോയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. കാരണം മകളുടെ ചികിത്സയ്ക്കായി അച്ഛനും അമ്മയും ഒന്നിച്ച് ഇവിടെ എത്തുന്നു. ഏതാനും ദിവസം കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം അടർന്നു വീണ ആ അപകടത്തിൽ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടുന്നു. അപകടത്തിൻ്റെ ആദ്യ സമയം തന്നെ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ബിന്ദു കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം ബന്ധുക്കൾ തന്നെ അധികൃതരോട് പറയുന്നു. പക്ഷേ 2 മണിക്കൂറിന് ശേഷമാണ് തിരച്ചിലിനൊടുവിൽ ബിന്ദുവിനെ അബോധാവസ്ഥയിൽ കാണുകയും പിന്നീട് ആശുപത്രിയിലെത്തിയപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മണി സി കാപ്പൻ അടക്കം ഉള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് MP, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം തിരിച്ച് എത്തുകയാണ്. ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപകടത്തിൽ പെട്ട ആളുകൾ ഏറെക്കുറെ മുഴുവൻ പേരും എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഇനിയും മറ്റാരുമില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. എന്തായാലും അപകടത്തിൽപ്പെട്ട ബിൽഡിങ്ങിൻ്റെ അവശേഷിക്കുന്ന ഭാഗം അടക്കം പൊളിച്ചു നീക്കും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്.